ഇന്നത്തെ വീഡിയോ ഉച്ചയൂണ് തന്നെയാണ് കേട്ടോ. ഉച്ചയൂണിന് ഞാൻ ഉണ്ടാക്കുന്ന 2 കറികളാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. പിന്നത്തേത് ഒരു മീൻ പീരയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്ന മീൻ പീരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മീൻ പീരയാണ് കേട്ടോ. ഇത് എൻ്റെ തന്നെ റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ആരും അങ്ങനെ ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല യൂട്യൂബിലൊന്നും. ഇതിന് മുമ്പും ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ. അതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ റെസിപ്പി. ഇത് കണ്ടോ, ഈ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ അഞ്ചു ചേച്ചിയാണ് കേട്ടോ. അഞ്ചു ചേച്ചി ഞങ്ങളുടെ നെയ്ബറാണ്, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറാണ്. പിന്നെ എന്താ, ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് വർത്താനം പറയും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു പോസിറ്റീവ് വൈബുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് സംസാരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അഞ്ചു ചേച്ചി തന്ന മാമ്പഴം കൊണ്ടുള്ള മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ മീൻപീര ഉണ്ടാക്കാനായിട്ട് ചൂരമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ചൂരമീൻ വെച്ചിട്ടുള്ള മീൻപീര സൂപ്പറാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം, സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയൊക്കെ തോല് കളഞ്ഞ് അതുപോലെ തോലിനകത്തുള്ള നാരൊക്കെ ഇങ്ങനെ ചിരണ്ടി അതിനകത്തിട്ട് ഒന്ന് പച്ചമുളക് ചേർത്ത് വേവിച്ചെടുത്തു. അതിനിടയ്ക്ക് കൂടിയാണ് കേട്ടോ മീനൊക്കെ വെട്ടി തേച്ച് കഴുകിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതാ മാമ്പഴ പുളിശ്ശേരിയുള്ള മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുളിശ്ശേരിക്കുള്ള പരുവത്തിനായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മോരാണ് കേട്ടോ. മോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പുളിയുള്ള മോര് തന്നെയാണ്. നല്ല കട്ടയൊക്കെ ഉടച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു പാക്കറ്റ് മോരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 മുറി തേങ്ങ കല്ലിലരച്ചതാണ്. കല്ലിലരയ്ക്കാനായിട്ട് തേങ്ങയുടെ കൂടെ എടുത്തത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് നന്നായിട്ട് അരച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അടുപ്പ് കത്തിച്ചൊന്ന് ചൂടാക്കണം കേട്ടോ. ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് അടുപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഒന്ന് കടുകെല്ലാം പൊട്ടിച്ച് ചേർക്കുന്നത്. കടുകും ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ച് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അനക്കാതെ വെച്ചിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മീൻ പീരയുടെ പ്രോസസ്സിലോട്ട് പോകാവേ. ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ മീനെല്ലാം പീസാക്കിയത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തതിൻ്റെ കൈ ഒന്ന് കഴുകി ഒഴിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യണം. ആവിയൊക്കെ പോയതിന് ശേഷം ഈ മീനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണേ. കുറച്ച് വെള്ളം, അത് മീനിൻ്റെ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം നമുക്ക് ആവശ്യം വരും. പിന്നെ ഈ മുള്ളെല്ലാം മാറ്റി ഈ മാംസം ഇങ്ങനെ പിച്ചി അടർത്തി എടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 സവാള കുനുകുന അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. ഇത് നമ്മൾ നല്ല വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണേ. ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മീനിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കണം. ചതച്ച മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ പിച്ചി പറിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കി ചുരണ്ടി ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള മീൻ പീര റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടാതെ നമുക്ക് നല്ല കുഴവ് ചാള വറുത്തത് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് അടിപൊളിയാണ്. ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.